ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. ഈ ചിരിക്കുന്ന മുഖങ്ങൾക്കെല്ലാം പിന്നിൽ ചില വേദനിപ്പിക്കുന്ന നമ്മളാരും അറിയാത്ത ചില സത്യങ്ങളും അല്ലെങ്കിൽ മറ്റാരോടും ഷെയർ ചെയ്യാതെ സൂക്ഷിക്കുന്ന വേദനകൾ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അതുപോലെ നമ്മളെല്ലാവരും വളരെ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഒക്കെ വീട്ടിലുള്ള ഒരു കുഞ്ഞനുജത്തെ പോലുള്ള ഒരു നടിയും കൂടെ ആയിട്ടുള്ള ഫഹദ് ഫാസിലിൻ്റെ ഭാര്യയായിട്ടുള്ള നസ്രിയ ഒരു പോസ്റ്റ് ഏതാണ്ട് 2 മണിക്കൂറിന് മുമ്പ് പങ്കുവച്ചു. അത്യാവശ്യം വേദനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ചില ആൾക്കാരുടെ ആശങ്കകളൊക്കെ ഉണ്ട്. അത് വേറെ. ആദ്യം എന്താണ് നസ്രിയ ഇപ്പം പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ്? ഇതാണ് നസ്രിയയുടെ പേജ്. ഇതിനകത്ത് നസ്രിയ നസീം ഫഹദ് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ഹലോ എവരി വൺ എന്നൊക്കെ തുടങ്ങുന്നത് ഐ ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ എന്നൊക്കെ പറഞ്ഞ സംഭവം. ഇത് വല്ല കുഞ്ഞുകുഞ്ഞാന്നുള്ള അക്ഷരമാണ്. ഇത് വായിക്കുകയാണെങ്കിൽ നേരം വിളിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനത്തിനെ നമ്മുടെ ട്രാൻസ്ലേറ്ററിൽ ഇട്ട് ഞാനത് വായിച്ചു തരാം. അതിൻ്റെ താഴത്തെ ആശങ്കകൾ ആദ്യം 1-2 ആശങ്കകൾ കാണണം. വിഷയം വ്യക്തമായിട്ട് പറയാം. പക്ഷേ ചില ആശങ്കകൾ. ഹൂ തോട്ട് ഇറ്റ് വാസ് അബൌട്ട് ഡിവോഴ്സ് 2484. അതിനകത്ത് ആകെ വന്നേക്കുന്ന കമൻസിൻ്റെ അകത്ത് വളരെയധികം ആൾക്കാർ ലൈക്ക് ചെയ്തൊരു കമൻറ്റ്. എന്താ നസ്രിയയും ഫഹദും അങ്ങനെ ഈ വേറെ പിരിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് ഇവർ? എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഹൂ തോട്ട് ഇറ്റ് വാസ് അബൌട്ട് ഡിവോഴ്സിനെ കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് ആരും വിചാരിച്ചിരുന്നോ എന്നുള്ള കാര്യം. ഓക്കെ, ഇങ്ങനെ കുറച്ച് കമൻറ്റ് ഉണ്ട് കേട്ടോ. ഒരു ഐ തിങ്ക് ഡിവോഴ്സ് ലോഡിങ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്താടാ പേടിച്ച് പോയാ? ഇതല്ല. ഓക്കെ, സോ ആൾക്കാരുടെ പ്രതീക്ഷകളാണ്. അവരെ ഡിവോഴ്സിനെ നനച്ചെങ്കിൽ ഗെറ്റ് വെൽ സൂൺ. ഡിവോഴ്സ് എന്ന് നനച്ചിട്ടേ ഗെറ്റ് വെൽ സൂൺ. എല്ലാവരും അവരുടെ ഡിവോഴ്സിനെ കുറിച്ചൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്തായിരുന്നാലും എന്താണ് നസ്രിയയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം, നസ്രിയ പറയുന്ന കാര്യം എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അത് നമ്മൾ ട്രാൻസ്ലേറ്റഡ് ഇംഗ്ലീഷ് മലയാളമാണ്. അപ്പം നിങ്ങൾ ആ സെൻസിൽ വേണത് കാണാം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് നാളായി ഞാൻ എന്തുകൊണ്ട് നിന്നെന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ചിലർക്ക് അറിയാമല്ലോ, ഞാൻ എപ്പോഴും ഈ അത്ഭുതകരമായ സമൂഹത്തിലെ സജീവ അംഗമായിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എൻ്റെ വൈകാരിക ക്ഷേമവും വ്യക്തിപരമായ വെല്ലുവിളികളും കാരണം ഞാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. ഈ ഗൂഗിളിൻ്റെ ട്രാൻസ്ലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാവ്യാത്മകമായിട്ട് പോകുന്നത്. ഓക്കെ, സിമ്പിൾ ഇംഗ്ലീഷ് ആയിരുന്നു, പക്ഷേ ചെറിയ അക്ഷരം. എൻ്റെ 30ാം ജന്മദിനവും പുതുവത്സരവും എൻ്റെ സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ വിജയവും ആഘോഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഫിലിം ക്രിട്ടിക് അവാർഡ് ഇപ്പം റീമ കല്ലിങ്കലിനും അതോടൊപ്പം തന്നെ നമ്മുടെ നസ്രിയ ഫഹദിനുമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അവാർഡ് ഈ സൂക്ഷ്മദർശിനി എന്നുള്ള സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്, അതിൽ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട്. അതുപോലെ മറ്റ് നിരവധി പ്രധാന നിമിഷങ്ങളും ഞാൻ എന്തിനാണ് കാണാതായതെന്ന്, അഥവാ പുള്ളിക്കാരത്തി ഡിസപ്പിയർ ആയ എന്താണെന്ന് വിശദീകരിക്കാത്തതിനും കോളുകൾ എടുക്കാത്തതിനും സന്ദേശങ്ങൾക്ക് മറുപടി നൽകാത്തതിനും എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയേക്കാവുന്ന ഏതെങ്കിലും ആശങ്കയ്ക്കോ അസൗകര്യത്തിനോ ഞാൻ ശരിക്കും ഖേദിക്കുന്നു. ഞാൻ പൂർണ്ണമായും ഷട്ട് ഡൗൺ ചെയ്തു. ജോലിക്കായി എന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഹാജരായിരുന്നില്ല, അഥവാ പുള്ളിക്കാരത്തി ഹാജരായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി കാണുമല്ലോ. ഓക്കെ, ഞാൻ ഉണ്ടായിരുന്നില്ല. ഇത് ഉണ്ടാക്കിയേക്കാവുന്ന എന്തെങ്കിലും തടസ്സങ്ങൾക്ക് ഞാൻ ഖേദിക്കുന്നു. അഥവാ പുള്ളിക്കാരത്തി ഈ ഒരു നല്ല കാര്യം, മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിട്ടിക് അവാർഡ് ഇന്നലെ എനിക്ക് ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടയാണ്. എൻ്റെ എല്ലാ അംഗീകാരത്തിനും നോമിനികൾക്കും വിജയികൾക്കും വളരെ നന്ദി. ഇതൊരു ദുഷ്കരമായ യാത്രയായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ ദിവസവും സുഖം പ്രാപിക്കാനും മെച്ചപ്പെടാനും പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് പുള്ളിക്കാരത്തിക്ക് എന്തോ തരത്തിലുള്ള അസുഖകരമായ ബുദ്ധിമുട്ടുള്ള കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് റിക്കവറായി പുറത്തു വരാത്തത് കൊണ്ടാണ് ഇത്രയും നാളായിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തത്, ഒരിടത്തും ഒരു കാര്യങ്ങളിലും കാണാത്തത് എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബിയുടെ ഡയറക്ടർ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ, അമൽ നീരദിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്ന ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഒരു കാറിൽ, പോർഷയാണെന്ന് തോന്നുന്നു, പോർഷ. ഓക്കെ, അതിനകത്ത് പോർഷെ ആ കാറിൽ എന്തോ പോകുന്നതൊക്കെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എന്താ സംഭവം ഈ സമയത്ത് പക്ഷേ ഞാൻ എല്ലാ ദിവസവും സുഖം പ്രാപിക്കാനും മെച്ചപ്പെടാനും പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ധാരണയെയും പിന്തുണയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, പൂർണ്ണമായും തിരിച്ചു വരാൻ എനിക്ക് കുറച്ചുകൂടി സമയം ആവശ്യമായി വന്നേക്കാം. പക്ഷെ ഞാൻ സുഖം പ്രാപിക്കാനുള്ള പാതയിലാണെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള മലയാളമാണ് ഗൂഗിളെ. ഇങ്ങനെ അപ്രത്യക്ഷമായതിന് എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും ഞാൻ വിശദീകരണം നൽകണമെന്ന് തോന്നിയതിനാലാണ് ഇന്ന് ഞാൻ ഇത് എഴുതിയത്. എല്ലാവരെയും സ്നേഹിക്കുന്നു. ഉടൻ തന്നെ വീണ്ടും ബന്ധപ്പെടുക. ഇവിടെ ഉണ്ടായിരുന്നതിനും നിങ്ങളുടെ അനന്തമായ പിന്തുണയ്ക്കും എല്ലാവർക്കും നന്ദി.
സോ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഗ്രാമർ അല്ലെങ്കിൽ മലയാളം വ്യാകരണം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഇംഗ്ലീഷ്, ഹലോ എവ്രി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. ഐ വാണ്ടഡ് ടു ടേക്ക് എ മൊമെന്റ് ടു ഷെയർ മൈ ഐ ഹാവ് ബീൻ ആബ്സെന്റ് ഫോർ എ വൈൽ. ഓക്കെ, ഇനി എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് കൂടെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ പോസ്റ്റ് നോക്കിയാൽ മതി. പക്ഷേ ആ പോസ്റ്റ് നമുക്ക് വീണ്ടും ഒന്നുകൂടെ നോക്കിയിട്ടിരിക്കുന്നു. ഇതാണ് ആ പോസ്റ്റ്. അതിനകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. അതായത് നസ്രി ഈ പോസ്റ്റ് ഇട്ടിട്ട് ഏതാണ്ട് എത്ര സമയമായി? 2 മണിക്കൂറായി. അത്രയും സമയം കൊണ്ട് ആ ഒരു പോസ്റ്റിൻ്റെ താഴെ വന്നേക്കുന്ന അവരെ സ്നേഹിക്കുന്ന ആൾക്കാർ, ടോവിനോ തോമസിൻ്റെ കമൻ്റ് ഉണ്ട്, സൃന്ദ, നിവേദ, നമ്മുടെ പുള്ളിക്കാരൻ ചാത്തൻ, അങ്ങനെ ഒരുപാട് പേര്. ഇതെല്ലാം സെലിബ്രിറ്റീസ്, അഥവാ ഇവരുടെ രജിഷ വിജയൻ, ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇതിനകത്തൊരു കമൻറ്റ്, പ്ലീസ് ഡോണ്ട് അനൗൺസ് എ ഡിവോഴ്സ് ലൈക്ക് അതർ സെലിബ്രിറ്റീസ് ഡു. I got so worried when I saw your note. I thought it was divorce announcement. Thank God as it turned out to be something positive. I was reading it with so much concern. കാരണം ചെറിയ അക്ഷരം കൂടി ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ തോന്നും എന്താ എഴുതിക്കണമെന്ന്. Thinking, oh no, not another one. God bless you and come back soon. എന്ന് പറഞ്ഞിട്ട് ഇത് ഭയങ്കരമായിട്ട് ഈ കമൻറ്റ് ബോക്സിൽ മൊത്തം ഡിവോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അത് എന്ത് കാരണം കൊണ്ടാണ് ഇവരിത് പറയുന്നറിയില്ല. എന്താണ് നോർമലൈസ് വാക്കിംഗ് ഔട്ട് ഓഫ് എ റിലേഷൻഷിപ്പ് ഇഫ് ഇറ്റ് ഡസൻ വർക്ക് ഔട്ട് റാദർ ദാൻ ബീങ് സ്റ്റക്ക് ഇൻ എൻ അൺഹാപ്പി മാരേജ്. ഇതൊക്കെ എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പം അവരുടെ ലൈഫിനകത്തുള്ള കാര്യം നമുക്കാർക്കും അറിയത്തില്ല. ഐ തിങ്ക് ഇറ്റ്സ് ഡിവോഴ്സ് ലോഡിങ്. എന്താ പേടിച്ചു പോയ അതല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അങ്ങ് ചിരിക്കുന്നുണ്ട്. മോർ പവർ ടു യു എന്ന് പറയുന്നുണ്ട് ഇത് അഭിഷേക് കുമാർ. എന്നാൽ കൂടെ ഓക്കെ നനച്ചേ ഓക്കെ എല്ലാവരും ഡിവോഴ്സ് എന്ന് നനച്ചാൽ ഗെറ്റ് വെൽ സൂൺ എന്നൊക്കെ പറഞ്ഞു. അപ്പടിനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങളും അങ്ങനെയൊക്കെ ചിന്തിച്ചായിരുന്നോ? ഇത് പേളിമാണി സെൻഡിങ് ലവ്. ഓക്കെ സോ ഓക്കെ ദിസ് ഇസ് എൻ്റെ ഡിവോഴ്സ് മെസ്സേജ് എന്നതാ ബയോമൊട്ടൈൻ ബ്രോ. സോ ഇതെന്താ ഇത്രയും ആൾക്കാർ ഇത്രയും ഇങ്ങനെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചേക്കുന്നത്? ഫൈനലി ദ ക്യൂൻ ബാക്ക്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കമൻറ്റ്സ് അവർ ലവ് ആൻഡ് അവർക്ക് ഗെറ്റ് വെൽ സൂൺ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള കമൻറ്റാണ്. എന്നാൽ കുറേ അധികം കമൻറ്റുകളിലും അവരുടെ ഈ ഡിവോഴ്സായിട്ട് നസ്രിയ ഡിവോഴ്സ് ആവണമെന്ന് കാത്തിരിക്കുന്നത് പോലെ തോന്നിക്കുന്നത്. അത് എന്തുകൊണ്ടാണിത് ചിന്തിക്കുന്ന അറിയത്തില്ല. ഇനി ഫിലിം ക്രിട്ടിക്സിൻ്റെ അവാർഡ് 2024 എന്നുള്ളത്, അതിനകത്ത് വന്നേക്കുന്ന അവാർഡിൻ്റെ അകത്ത് വന്നേക്കുന്നതാണ് നമ്മുടെ മികച്ച നടിമാർ. മികച്ച നടൻ ടോവിനോ തോമസ്, അത് അജയൻ്റെ 2ാം മോഷണം, അന്വേഷിപ്പിൻ കണ്ടെത്തും 2 സിനിമയ്ക്ക്. നസ്രിയ നസീം സൂക്ഷ്മദർശിനി, റിമ കല്ലിങ്കിൽ മിത്ത് ഓഫ് റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. ജൂബിലി അവാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജഗദീഷ് കുമാർ, മികച്ച സംവിധായക ഇന്ദുലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച ചിത്രം. സോ ഇതാണ് സംഭവം. ഇപ്പോൾ നസ്രിയയ്ക്കുണ്ടായ അസുഖം എന്നുള്ള രീതിയിലേക്കൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു സംഭവമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. അവരുടെ കുടുംബത്തിൻ്റെ അകത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിനെക്കുറിച്ചൊക്കെ വളരെയധികം അസ്യൂം ചെയ്ത് അത് ഡിവോഴ്സ് ആണെന്ന് കാത്തിരിക്കുന്ന വലിയ മനസ്സുണ്ടല്ലോ, ഇതൊന്നും ആരും കാണാതെ പോകരുത്. ശരി, അപ്പോൾ എന്തായിരുന്നാലും നസ്രി എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ. പൂർവ്വ ആരോഗ്യത്തോടുകൂടി നല്ല രീതിയിൽ ഒരുപാട് സിനിമകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാവിധ ഗംഭീരമായ തിരിച്ചുവരവ് നടത്തട്ടെ. കാത്തിരിക്കുന്നു അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട്. സോ നിങ്ങളെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത. അടുത്തൊരു വീഡിയോ കാണുന്നത്.